മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ച് ഉത്തരവിറങ്ങി. രമേശ് ചെന്നിത്തലയ്ക്കും കെ മുരളീധരനും ആവശ്യപ്പെട്ട പമ്പ, സനുഡോ വസതികളാണ് നൽകിയിരിക്കുന്നത്. സണ്ണി ജോസഫിന് അശോക, മോൻസ് ജോസഫിന് പെരിയാർ എന്നീ വസതികളാണ് അനുവദിച്ചിരിക്കുന്നത്. സെയ്ഫ് സൈനുലാബ്ദീൻ ചേർന്ന വിശദാംശങ്ങൾ നൽകാനേ. സെയ്ഫ്, ഒടുവിൽ ആ തർക്കത്തിന് പരിഹാരമായി അല്ലേ ഈ മന്ത്രിമാർ അവർക്ക് ആവശ്യപ്പെട്ട വസതികളെല്ലാം നൽകുക, കൂടുതൽ പ്രശ്നം വഷളാക്കേണ്ട എന്നുള്ളൊരു തീരുമാനമാണോ ഇപ്പോൾ ഉള്ളത്? ആർക്കൊക്കെ ഏതൊക്കെ വസതികൾ? മറ്റു വിവരങ്ങൾ. ജീന, ആ പ്രശ്നത്തിനൊരു പരിഹാരം ആയിട്ടുണ്ട്. അത് തീരുമാനമെടുത്ത് സർക്കാരിന്റെ ഉത്തരവ് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന് പതിവ് പോലെ തന്നെ ക്ലിഫ് ഹൗസ് നൽകാനുള്ള ക്ലിഫ് ഹൗസാണ് അദ്ദേഹത്തിന്റെ വസതി. അദ്ദേഹത്തിന് അത് തന്നെ ഉണ്ടാകും. രമേശ് ചെന്നിത്തല പമ്പയാണ് ആവശ്യപ്പെട്ടത്. ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൽ തന്നെയാണ് പമ്പ ഉള്ളത്. പമ്പ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. സണ്ണി ജോസഫിനും ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലുള്ള വസതി തന്നെ നൽകുന്നു. അശോകയാണ് സണ്ണി ജോസഫിന് നൽകിയിരിക്കുന്നത്. കെ മുരളീധരൻ സനുഡു ആണ് ആവശ്യപ്പെട്ടത്. സനുഡു വഴുതക്കാട് വുമൺസ് കോളേജിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന വസതിയാണ്, റോസ് ഹൗസിന്റെ തൊട്ടിപ്പുറത്ത്. ഇപ്പോൾ നേരത്തെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ആർ ബിന്ദു ആണ്. അവിടെ ആ വസതി വേണം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അദ്ദേഹത്തിന് സനുഡു തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. എ പി അനിൽകുമാറിന് കാവേരിയാണ് നൽകുന്നത്. പി സി വിഷ്ണുവിന് നിള, അത് കന്റോൺമെന്റ് ഹൗസിന് തൊട്ടിപ്പുറത്തുള്ള വസതിയാണ്. അത് നിള അദ്ദേഹത്തിന് നൽകും. ലിജുവിന് അജന്ത നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അത് രാജ്ഭവന്, ലോക് ഭവന് തൊട്ടിപ്പുറത്തുള്ള വസതിയാണ്. GR അനിൽ താമസിച്ചുകൊണ്ടിരുന്ന വസതിയാണ്. അതാണ് ലിജുവിന് നൽകുന്നത്. റോജി എം ജോണിന് ഗ്രേസ്, അത് കന്റോൺമെന്റ് ഹൗസിന്റെ തൊട്ടിപ്പുറത്തുള്ള വസതിയാണ്. നേരത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് അടക്കം താമസിച്ചിരുന്ന സ്ഥലമാണ്. ടി സിദ്ദീഖിന് ഗംഗ നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കെ എ തുളസിക്ക് പ്രശാന്തി ആണ് നൽകുന്നത്. പ്രശാന്തി കെ എം മാണിയൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ അത് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലാണുള്ളത്. അതാണ് നൽകുന്നത്. ബിന്ദു കൃഷ്ണയ്ക്ക് തൈക്കാട് ഹൗസ്, അത് വഴുതക്കാട്, അത് കടകംപള്ളി സുരേന്ദ്രൻ ആദ്യ മന്ത്രിയായിരുന്നപ്പോൾ താമസിച്ചു. പിന്നീട് വീണ ജോർജ് അവിടെ കുറച്ച് നാൾ താമസിച്ചു. ആ വസതിയാണ് നൽകുന്നത് ബിന്ദു കൃഷ്ണയ്ക്ക്. അതുപോലെ തന്നെ OJ ജനീഷിന് മൻമോഹൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ അത് വലിയ വിശ്വാസങ്ങളുള്ള സ്ഥലമാണ്. മൻമോഹൻ ബംഗ്ലാവ്, അത് അവിടെ പലതരത്തിലുള്ള ആ വീട് ഏറ്റെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും ഒക്കെ മന്ത്രിമാർക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ OJ ജനീഷിന് അത് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് ലിൻ ട്രസ്റ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ N ഷംസുദ്ദീന് നെസ്റ്റ്, അത് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലാണ് ഉള്ളത്. KM ഷാജിക്ക് പൗർണമി നൽകാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. KM ബഷീറിന് ഉഷസ് നൽകുന്നുണ്ട്. അബ്ദുൽ ഗഫൂറിന് കവടിയാർ ഹൗസ്, നേരത്തെ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരുന്ന സമയത്തൊക്കെ താമസിച്ച സ്ഥലമാണ് കവടിയാർ ഹൗസ്. അവിടെ താമസിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. മോൻസ് ജോസഫ്, അദ്ദേഹം ജലവിഭവ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് പെരിയാർ എന്നു പേരുള്ള വീടാണ് നൽകിയിരിക്കുന്നത്. ഷിബു ബേബി ജോണിന് എസെൻഡൻസ്, ആ വീട് നേരത്തെ ഷിബു ബേബി ജോൺ മന്ത്രിയായിരുന്ന സമയത്ത് താമസിച്ച അതേ വീടാണ്. ആ വീടാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത്. CP ജോണിന് റോസ് ഹൗസ്, ഇപ്പോൾ നിലവിൽ ശിവൻകുട്ടി താമസിക്കുന്ന റോസ് ഹൗസാണ് CP ജോണിന് നൽകിയിരിക്കുന്നത്. അനു ജേക്കബിന് ഔദ്യോഗിക വസതി, സർക്കാരിൻ്റെ ഔദ്യോഗിക വസതികളൊന്നുമില്ല, സ്വകാര്യ വസതി സർക്കാർ തന്നെ കണ്ടെത്തി അദ്ദേഹത്തിന് മന്ത്രി വസതിയായിട്ട് നൽകും. സർക്കാർ അതിൻ്റെ വാടക കൊടുക്കും. അങ്ങനെ 21 മന്ത്രിമാർക്കുമുള്ള വീട് ആയിട്ടുണ്ട് ജീന.